ടാൻജന്റിൽ നിന്ന് നമുക്ക് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചിട്ട് 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രിയിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. അത് നമുക്ക് റഫായിട്ടൊരു പടം വരയ്ക്കാം. ഒരു ട്രയാങ്കിളിനകത്തൊരു സർക്കിൾ വരച്ചു. 2.5 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ആംഗിൾ PAQ എന്ന് പറയുന്നതും ആംഗിൾ POQ എന്ന് പറയുന്നത് സപ്ലിമെന്ററി ആയിരിക്കും. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 40ഉം ഇത് എത്രയായിരിക്കും? അപ്പൊ മക്കളെ 180 40 കുറച്ച് കഴിഞ്ഞാൽ 140 ഡിഗ്രി വരും. അപ്പൊ 140 ഡിഗ്രി ഈ ഒരു ആംഗിൾ വരും. ഇനി ഈ ആംഗിൾ 60 ആണെങ്കിൽ 180 60 കുറച്ച് കഴിയുമ്പോൾ 120 ഡിഗ്രി വരും. ഈ ആംഗിൾ 80 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 കുറച്ച് കഴിയുമ്പോൾ 100 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ആംഗിൾസ് എല്ലാം കിട്ടി. ഇനി ഇതെങ്ങനെ നമ്മൾ ആദ്യം ഇതൊന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ 2.5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു റേഡിയസ് ഒന്നങ്ങ് അടയാളപ്പെടുത്തുക. റേഡിയസ് നമ്മൾ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഒന്ന് അടയാളപ്പെടുത്തി 140 ഡിഗ്രി ആംഗിൾ നമ്മൾ ഫോം ചെയ്യുക. അപ്പോൾ ദേ ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഈ ലൈൻ അങ്ങ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ഡിഗ്രി വരും. ഇത് 140 ഡിഗ്രി വരും. 140 ഡിഗ്രി വരും. ഇനി നമ്മൾ ഇതിന് ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഇതിന് സെൻറ്റർ ഓന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കറക്റ്റ് വെച്ച് നമ്മൾ ഈ ഒരു എൻഡിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? കറക്റ്റായിട്ട് ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. 90 ഡിഗ്രി എടുത്ത് ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. അതുപോലെ ഇതേ ഇവിടെ എടുത്ത് ഒരെണ്ണം വരച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ അത് വരച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതേ ഡിസ്റ്റൻസ് ഇവിടെ എടുത്ത് 90 ഡിഗ്രി എടുത്ത് അടുത്ത ടാൻജൻറ്റ് നമ്മൾ അതിന് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കുക. കറക്റ്റ് മാറിപ്പോരുത്. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതിനൊരു ടാൻജൻറ്റ് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ടാൻജൻറ്റുകൾ നമ്മൾ നേരെ വരച്ചു വിടുക. അപ്പോൾ ഇതൊരു ടാൻജൻറ്റ് നമ്മൾ നേരെ ഇവിടെ നിന്ന് വരച്ചു വിട്ടു. നേരെ വരച്ചു. ഇതങ്ങ് നീട്ടി വരച്ചോളൂ. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്തോളും കറക്റ്റായിട്ട് ആ പോയിന്റിൽ വെച്ച്. എവിടെയാണോ ജോയിൻ ചെയ്യണോ ആ പോയിന്റ് അങ്ങോട്ട് നമ്മൾ വരച്ചാൽ മതി. നീട്ടി വിട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആയി. ഇവിടെ 140 ഡിഗ്രി ആയി. ഇനി അടുത്ത ആംഗിൾ നമ്മൾ 120 ഡിഗ്രി ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കുക. 120 ഡിഗ്രി എടുത്ത് കഴിയുമ്പോൾ ഇവിടെ വരും. ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി നമ്മൾ ശരിക്കും വരച്ചെടുക്കുക. 120 ഡിഗ്രി ഇവിടെ നിന്ന് നേരെ വരച്ചു. ഈ ഒരു പോയിന്റ് എങ്ങനെയാണ് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരച്ചു. ഇനി ഇതുപോലെ ഇതിനും ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഈ ഒരു പോയിന്റ് കുത്തി നമ്മൾ കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എടുത്തു. ഇനി അതുപോലെ തന്നെ ഇവിടെ വെച്ച് കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇതിനും ഒരു 90 ഡിഗ്രി ഫോം ചെയ്യുക. ഇവിടെയും ഒരു 90 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഇങ്ങനെ അങ്ങ് പോകും. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യുക. ടാൻജൻറ്റുകൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ വരച്ച ടാൻജൻറ്റ് ഇത് ഈ വണ്ണിൽ കൂടെ പോകും. നേരെ വരച്ചു. ഈ വരച്ച ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ വച്ചിട്ട് നേരെ ഈ ലൈൻ ജോയിൻ ചെയ്യുക. ഈ രണ്ട് ടാൻജൻറ്റ് ഇവിടെ വരച്ചു. അപ്പോൾ നമ്മൾ നോക്കിക്കേ ഇവിടെ എത്രയായി നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയി. ഇവിടെ നമുക്ക് 120 ഡിഗ്രി ആയി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഇതിനും ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ഈ ലൈനിന് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. 140 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കാം. ഇതിന് വെച്ച് ഇവിടെ വെച്ച് ഈ ഒരു ആംഗിൾ ഇവിടെ വെച്ച് ഇതിനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. 90 ഡിഗ്രിയിൽ നമ്മൾ ഇതിന് ടാൻജൻറ്റ് വരച്ചു. അതുപോലെ ഇവിടെ വെച്ച് നമ്മൾ ഇതിനും 90 ഡിഗ്രിയിൽ ഇതിനും ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുക. ഇത് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്തു. ഇത് അതുപോലെ തന്നെ ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഈ ടാൻജൻറ്റ് ഇങ്ങനെ വെച്ച് ഇത് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ നോക്കി. ഇത് 80 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനൊക്കെ അങ്ങോട്ട് മാച്ചടഞ്ഞു. അപ്പോൾ കറക്റ്റ് ഒരു ട്രയാങ്കിളായി. അപ്പോൾ ഈ ഒരു ഇതിന് P എന്ന് കൊടുത്തു. ഇത് Q എന്ന് കൊടുത്തു. ഇത് R എന്ന് കൊടുക്കുക. ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുന്നതിന് നമ്മൾ നേരെ തിരിച്ച് അവിടെ കൊടുത്ത് ABC കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ നോക്കി? 60 ഡിഗ്രി 40 ഡിഗ്രി 80 ഡിഗ്രിയിലുള്ള ട്രയാങ്കിൾ ഫോം ചെയ്തു. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിൾ വരച്ചതിന് ശേഷം ഒരു റഫ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണ് നമുക്കറിയാം. സപ്ലിമെൻ്ററി ആയിരിക്കും. ഇത് 140 ആയിരിക്കും. ഇവിടെ 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ആദ്യമേ ഇത് റഫായിട്ട് നമ്മളൊരു ഫിഗർ വരച്ച് അതിനകത്ത് ഈ ആംഗിൾസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എന്താണ് ഒറിജിനൽ ഫിഗർ വരയ്ക്കാനായിട്ട് 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ 140 ഡിഗ്രി ഒരു റേഡിയസ് അങ്ങ് നേരെ വരച്ച് അവിടെ ഒരു 140 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവിടെ കുത്തിക്കൊണ്ട് നമ്മൾ 90 ഡിഗ്രി എടുക്കുക, ഇവിടെ കുത്തി നമ്മൾ 90 ഡിഗ്രി എടുത്ത് അതിന് രണ്ടിനും ടാൻജൻറ്റ് വരച്ച് അത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 140 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കും. ഇനി ഇവിടെ 140 ആണെങ്കിൽ അടുത്ത നമ്മൾ ആംഗിൾ ഫോം ചെയ്യണം. ഈ ഒരു ലൈനിൽ കുത്തിക്കൊണ്ട് നമ്മൾ എന്താണ് 120 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ലൈനും എന്താണ് അതുപോലെ തന്നെ നമ്മൾ 90 ഡിഗ്രി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അവിടെ എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ടാൻജൻറ്റുകൾ വരയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താണ് ബാലൻസ് ഇവിടെ 120 140 ആയ ഇവിടെ 100 ആയിരിക്കില്ലേ. ഇതിനും ഈ രണ്ട് പോയിന്റ് വെച്ച് നമ്മൾ 90 ഡിഗ്രിയിൽ ഒരു ടാൻജൻറ്റ് രണ്ടും വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, നന്നായി പഠിക്കുക. ഡിസംബർ ആദ്യം ക്രിസ്മസ് എക്സാമാണ്. ഓണ എക്സാമിനൊക്കെ മാർക്ക് പറഞ്ഞ കുട്ടികളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഓറയുടെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നവംബർ 1 മുതൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ഈ ഒരു ക്വസ്റ്റിന് ഒരു എക്സാമ്പിളോടെ ചെയ്തു നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം. 70 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഒരു റഫ് ഫിഗർ വരയ്ക്കുക. റേഡിയസ് ഒരു സർക്കിൾ വരച്ചു. ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും 130 ആയിരിക്കും. കാരണം 180 ഈ രണ്ട് ആംഗിൾ കൂടുമ്പോൾ സപ്ലിമെൻ്ററി ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ 180 മൈനസ് 50 എന്ന് പറയുമ്പോൾ 130 വരും. നമ്മളിവിടെ കൊടുത്ത് 130 ഡിഗ്രി വരും. ഇനി ഇവിടെ നോക്കി ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ 180 മൈനസ് 60 120 ഡിഗ്രി വരും. ഈ ആംഗിൾ 70 ആണെങ്കിൽ എത്രയായിരിക്കും 180 മൈനസ് 70 110 ഡിഗ്രി വരും. അതായത് 180 നിന്ന് 60 കുറച്ച് കഴിയുമ്പോൾ ഒരാംഗിൾ 120 ഡിഗ്രിയും 180 നിന്ന് 70 കുറച്ച് കഴിയുമ്പോൾ 110 ഡിഗ്രിയും വരും. ഈ ആംഗിൾ കിട്ടി. അതപ്പോൾ നമ്മൾ റഫായിട്ട് അതങ്ങ് വരച്ച് വയ്ക്കുക. ഇനി നമ്മളിതിന് ഒറിജിനൽ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് ആ ഒരു റേഡിയസ് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ച് അങ്ങ് അടയാളപ്പെടുത്തണം. ഇനി നമ്മൾ ഏത് ആംഗിൾ വേണമെങ്കിലും എടുക്കുക. ആദ്യമേ നമ്മൾ 130 ഡിഗ്രി എടുത്തു. അപ്പോൾ ഈ ഓയിൽ കുത്തിക്കൊണ്ട് നമ്മൾ ഒരു 130 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ അത് ലൈൻ വരച്ച് അതൊന്ന് ജോയിൻ ചെയ്ത് 130 ഡിഗ്രി അടയാളപ്പെടുത്തുക. കറക്റ്റായിട്ട് ഇവിടെ വയ്ക്കണം കേട്ടോ. 130 വന്നു. അപ്പോൾ ഈ ഒരു ആംഗിൾ 130 ഡിഗ്രി ആയി. ഇനി ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. ഇത് പി എന്നും ഇത് ക്യൂ എന്നും എടുക്കുമെന്ന് വെച്ചോ. അപ്പോൾ ക്യൂവിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് 90 ഡിഗ്രി വെച്ച് ടാൻജൻറ്റ് വരയ്ക്കണം. ക്യൂവിൽ വെച്ച് 90 ഡിഗ്രിയിൽ നമ്മൾ ഒരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ തന്നെ ആ ലൈനൊന്നും അങ്ങോട്ട് ജോയിൻ ചെയ്ത് വിടാം. കാരണം വെച്ചാൽ എപ്പോഴാണ് എവിടെയാണ് മീറ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ ലൈൻ നമ്മളൊന്ന് ജോയിൻ ചെയ്തു. ഇനി അതുപോലെ ഇവിടെ 90 ഡിഗ്രി വരച്ച് അടുത്ത ടാൻജൻറ്റ് വരയ്ക്കാം. കാരണം സർക്കിളിൻ്റെ റേഡിയസും സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ നേരെ വരച്ചു വിടുക. ഇവിടെ നിന്ന് നേരെ വരച്ചു വിട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് എവിടെ? ഇത് നേരെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 ഡിഗ്രി ആവും. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി ആവും. ഒരാംഗിൾ 50 ഡിഗ്രി കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ആംഗിൾ 120 ഡിഗ്രി ഇവിടെ ഓയിൽ വെച്ച് നമ്മൾ 120 ഡിഗ്രി ഫോം ചെയ്യണം. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഈ ആംഗിൾ ജോയിൻ ചെയ്ത് നമ്മൾ 120 ഡിഗ്രി കറക്റ്റായിട്ട് വെച്ച് 120 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി വരും. ഇനി ഇവിടെ അതുപോലെ തന്നെ ഈ പീല് വെച്ച് 90 ഡിഗ്രിയിൽ പ്രൊട്രാക്ടർ വെച്ച് 90 ടാൻജൻറ്റ് വരയ്ക്കുക. അതുപോലെ ഇവിടെയും ക്യൂവിൽ ഈ ഒരു പോയിന്റിൽ വെച്ച് 90 ഡിഗ്രിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. 90 ഡിഗ്രിയിൽ ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ അത് മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു ഒരെണ്ണം വരയ്ക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങളതൊന്ന് ലൈൻ വരച്ചിടുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വരുമ്പോൾ അത് മാറിപ്പോകരുത്. ഈ ലൈന് വരയ്ക്കുക. ലൈൻ വരച്ചു. അപ്പോൾ നമ്മൾ ഒരു സൈഡാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 130 ഇത് 120 ആണെങ്കിൽ ഇത് എത്രയാണെന്ന് നമുക്കറിയാം 110 ഡിഗ്രി ആയിരിക്കുമല്ലോ. പിന്നെ ഇനി ഇവിടെ നമ്മൾ ഇതാണ് PQR. ഈ ആറിൽ വെച്ചുകൊണ്ട് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുക. ഈ ആറിൽ വെച്ച് കറക്റ്റായിട്ട് ടാൻജൻറ്റ് വരച്ചത് 90 ഡിഗ്രിയിൽ ടാൻജൻറ്റ് വരച്ചു. അത് ആ വരയ്ക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ആ കുത്തിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ലൈൻ അങ്ങ് വരച്ചോ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ നമുക്ക് ലൈൻ മാറിപ്പോരുത്. അപ്പോൾ അടുത്ത ക്യൂവിൽ വെച്ചുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ 90 ഡിഗ്രി ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ നേരെ ഒന്ന് ജോയിൻ ചെയ്ത് വിടുക.
ജോയിൻ ചെയ്ത് വിടുക. എന്നിട്ട് ഈ ഒരു ഇതൊക്കെ നമ്മൾ മാച്ച് കളഞ്ഞ് കറക്റ്റായിട്ട് ആംഗിളായി നമുക്കിവിടെ. അപ്പോൾ നോക്കി എ എന്ന് പറഞ്ഞ പോയിൻ്റായി, ഇത് ബി ആയി, ഇത് സി ആയി. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി, ഇവിടെ എത്ര 70 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ നോക്കിയ 60 ഡിഗ്രി, 70 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രിയിലുള്ള എന്താണ് ഈ ട്രയാങ്കിൾ നമുക്കിവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നന്നായി പഠിക്കുക, നല്ലവണ്ണം എല്ലാ എക്സാമിനും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡെയിലി ഒരു ഹാഫ് അവർ വെച്ച് ക്ലാസ് ഓവറോടൊപ്പം നിങ്ങൾ ചിലവിട്ടാൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസ് ഓവർ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഒരു ചാർട്ടർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓൺ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയത് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടുവാനായിട്ട് നമ്മുടെ ബെസ്റ്റ് ഓപ്ഷനായിട്ട് മിനർവയിൽ നവംബർ 5 തീയതി മുതൽ നൈറ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.